ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ വടക്കൻ വീരഗാഥ, മലയാളത്തിൻ്റെ വടക്കൻ വീരഗാഥ നാളെ 4Kയിൽ റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ ചന്തുവിനെ കാണാൻ ഓരോ ഹൃദയവും വെമ്പുമ്പോൾ അതെ, കേരളത്തിലെ തിയേറ്റർ ലിസ്റ്റുകൾ വന്നിരിക്കുന്നു. കേരളത്തിൽ ഏകദേശം 100-നടുത്തുള്ള തിയേറ്ററുകളിലാണ് സിനിമ എത്തുന്നത്. എറണാകുളം 4ഓളം തിയേറ്ററുകളുണ്ട്. അങ്ങനെ തുടങ്ങുന്നു. എല്ലാ സ്ഥലങ്ങളിലും നമ്മളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ ഈ സിനിമയുണ്ട്. വളരെ കുറച്ച് ഷോകളും കാര്യങ്ങളുമൊക്കെ ആയിരിക്കാം. കേരളത്തിന് പുറത്ത് യു എ ഇ കേരളത്തിന് പുറത്ത് UAE, ഒമാൻ, ഖത്തർ, ബഹ്റിൻ, USA, കാനഡ, UK അങ്ങനെ നീണ്ട നിരയിൽ തന്നെയാണ് സിനിമയുടെ റിലീസുള്ളത്. ഒരുപാട് തിയേറ്ററുകളൊന്നുമില്ല ഓസ്ട്രിയ മുതലുള്ള രാജ്യങ്ങളിൽ. എന്തായാലും കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു 100ഓളം തിയേറ്ററുകളിൽ ഈ സിനിമയുണ്ട്. UAEയിൽ വിരലെണ്ണാവുന്ന തിയേറ്ററുകളാണെങ്കിൽ പോലും മികച്ച റിലീസ് തന്നെയാണ് ഉള്ളത്. ഒമാൻ, ഖത്തർ, ബഹ്റിനിലൊക്കെ 10 അല്ലെങ്കിൽ 5, 2 ആ റേഞ്ചിലുള്ള തിയേറ്ററുകളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൂടാതെ നമുക്ക് USAയിലും നല്ല ഒരു 7-8 തിയേറ്ററുകളാണ് അവിടെ റിലീസ് കാണുന്നത്. UKയിലും സിനിമയ്ക്ക്, അതായത് വൈഡായിട്ട് സിനിമയ്ക്കൊരു റിലീസ് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം, മലയാള സിനിമയുടെ ഏറ്റവും മികച്ച സിനിമ എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതിൽ മമ്മൂട്ടി സിനിമ എന്നോ അല്ലെങ്കിൽ വേറെ ഇതൊന്നുമല്ല, ഇതൊരു പ്രതിഭകളുടെ സംഗമം തന്നെയായിരുന്നു ഈ ഒരു സിനിമയിലുണ്ടായിരുന്നത്. MD ഹരിഹരൻ, മമ്മൂട്ടി അങ്ങനെ തുടങ്ങുന്നു. അവിടെ നമുക്ക് ഇന്ന് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്ന, ഇന്നലെ മമ്മൂക്ക പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞ പോലെ, മൺമറഞ്ഞ ഒരുപാട് പേർ, ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ഒരുപാട് നക്ഷത്രങ്ങൾ ഇന്ന് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ താരങ്ങൾ നിറഞ്ഞതായിരുന്നു ഈ ഒരു സിനിമ. എല്ലാവരും അത്ര ഗംഭീരമായിട്ട് അഭിനയിച്ചിരുന്ന സിനിമ, ഒരു ചരിത്രം എന്ന് തന്നെ പറയാം മലയാള സിനിമയുടെ. ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ, ഈ ഒരു സിനിമ ഉണ്ണിയാർച്ചയുടെ കഥയായിട്ടാണ് വരുന്നത്. അതിനകത്തിൽ ചന്തുവിൻ്റെ വേഷം മമ്മൂട്ടി ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ വില്ലൻ ആകണമോ എന്നുള്ള ചോദിച്ചപ്പോൾ ഇത് കഥ എഴുതുന്നത് MD വാസുദേവൻ നായരാണ്. പിന്നീട് ഒന്നും തന്നെ ചോദിക്കേണ്ടി വന്നില്ല എന്നതും. അതുപോലെ തന്നെ ആ ഒരു കാലത്ത് എങ്ങനെയാണ് ഈ സിനിമ ചെയ്തതെന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമ വരുന്നു, കാലങ്ങൾ കഴിഞ്ഞ് ആളുകൾ കാണുന്നു. 300 ദിവസങ്ങൾക്ക് മുകളിലോടിയ ഈ ഒരു സിനിമ ഒരുപക്ഷെ 3-4 വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം നാട്ടും പ്രദേശത്തുള്ള ആളുകൾ കണ്ടത്. അത്രത്തോളം നീണ്ട ഒരു റണ്ണായിരുന്നു ഈ സിനിമയ്ക്കുണ്ടായിരുന്നത്. അതെ, നാഷണൽ അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമ എന്ന് തന്നെ പറയാം. മികച്ച നടനടക്കം അങ്ങനെ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമ തന്നെയാണ്. വീണ്ടും ഇത് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ മലയാള സിനിമയിലെ നമ്മൾ ഇഷ്ടപ്പെട്ട എല്ലാവരുടെയും ഗംഭീര പെർഫോമൻസും എല്ലാം കൊണ്ടും മാസും ക്ലാസും ഒക്കെ ഇന്ന് പറയുന്ന പോലെ പറയാൻ കഴിയുന്ന ആ ഒരു സിനിമ, PV ഗംഗാധരൻ നിർമ്മിച്ച ഈ ഒരു സിനിമ, അദ്ദേഹവും ഇന്നില്ല. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ചിത്രമാണ്. അതായത് ഒരിക്കൽ കൂടി ഇതിനെ വെല്ലുവിളിക്കാൻ അതിനു മുമ്പോ അതിന് ശേഷമോ കഴിയാത്ത ഒരു ചിത്രം. ആ ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ് ഈ സിനിമയ്ക്കുള്ളത്. വേറൊരു താരത്തിനും, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മമ്മൂട്ടിക്ക് പോലും ഇതിന് മുകളിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതുവരെയുള്ള മലയാള സിനിമയുടെ ചരിത്രത്തിൽ ചന്തുവിനെ വെല്ലാൻ ഒരു നടനും ഒരു ക്യാരക്ടറിനും കഴിഞ്ഞിട്ടുമില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻ്റെ ഒരു വടക്കൻ വീരഗാഥ 4Kയിൽ വീണ്ടും എത്തുമ്പോൾ അത് നമ്മൾ ഓരോരുത്തർക്കും സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. താല്പര്യമുള്ളവർ തിയേറ്ററിൽ പോയി കാണുക എന്ന് മാത്രമേ പറയുള്ളൂ. അല്ലാതെ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് ആരോടും പറയില്ല. ഒരു പക്ഷേ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങിയ സിനിമയാണ്. ഇന്ന് ഒരവസരം ലഭിക്കുകയാണ് ഈ ഒരു സിനിമ 4Kയിൽ ഒരു അഭ്രപാളികളിൽ വലിയ തിയേറ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്ന, പലപ്പോഴും പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ടാവാം. ഇതിലേക്ക് ഡയലോഗ്, ഒട്ടുമിക്ക ഡയലോഗുകളും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്തിട്ട് പറയുന്ന ഡയലോഗുകളാണ്. ഒരുപാട് സിനിമകളുണ്ട്. എന്നിരുന്നാലും പറയാം, ഇത് കാണുന്നത് നമുക്കൊരു വലിയ സംഭവം തന്നെയായിരിക്കാം. കാരണം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് വന്ന സിനിമ ഇന്നും അതേ മതിപ്പോടെ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തും ഇതിനെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ നല്ലത് എന്ന് പറയുന്ന ലെവലിലുള്ള ഒരു ചിത്രം തന്നെയാണ്. കാത്തിരിക്കാം, നിങ്ങൾ ആരൊക്കെയാണ് കാണുന്നത്, ആരൊക്കെയാണ് ഇതിനോട് ഇഷ്ടമുള്ളവർ. ഒരുപാട് വട്ടം നിങ്ങൾ തിയേറ്ററിലായിരിക്കും CD ഒക്കെ ഇട്ട് കണ്ടതായിരിക്കാം. പക്ഷേ ഇതിൻ്റെ അനുഭവം ഒന്ന് വ്യത്യസ്തമായിരിക്കും. ഇതുവരെ ഇറങ്ങിയ ഒരു റിലീസ് ചിത്രത്തിനും ഇത്രത്തോളം മതിപ്പ് നമുക്ക് പറയാനില്ല. കാരണം അതിനെയെല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ഇന്നും നീണ്ട 35-36 വർഷങ്ങൾക്ക് ശേഷവും അതിനു മുമ്പും ഈ മലയാള സിനിമ തുടങ്ങിയ കാലം മുതൽ റീപ്ലേസ് ചെയ്യാൻ കഴിയാത്ത ഒരു ക്യാരക്ടറും ഒപ്പം അത്ര തനതായ അതിഗംഭീരമായിട്ടുള്ള ഒരു ചിത്രവും മികച്ച പ്രകടനങ്ങൾ കൊണ്ട് ഞെട്ടിച്ച ഒരു പിടി താരങ്ങളും അതിൻ്റെ അണിയറ പ്രവർത്തകരും, ടെക്നോളജി ഇന്ന് എത്രത്തോളം വളർന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ വളരെ ബേസ് ലെവലിൽ നിൽക്കുന്ന സമയത്ത് അതൊന്നും ഉപയോഗിക്കാതെ സാധാരണ സ്വാഭാവികമായിട്ടുള്ള ചലനങ്ങളും നമുക്ക് സിനിമയിൽ കാണാൻ കഴിഞ്ഞ ഒരു ചിത്രം. ഇന്നത്തെ ടെക്നോളജിയെയും വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്ന സിനിമ. പലപ്പോഴും പലരും പറയുന്നു മലയാളത്തിൻ്റെ ബാഹുബലി അല്ല ഈ ഒരു സിനിമ. ബാഹുബലിയൊക്കെ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ തെലുങ്കിൻ്റെ വീരഗാഥ എന്നാണ് പറയേണ്ടത്. ഒരിക്കലും വടക്കൻ വീരഗാഥയെ ബാഹുബലിയായിട്ടോ അല്ലെങ്കിൽ ബാഹുബലിയുടെ പേരിലേക്കോ കമ്പയർ ചെയ്യാനില്ല. കാരണം വടക്കൻ വീരഗാഥ വേറൊരു എപ്പിക്കാണ് എന്ന് തന്നെ പറയാം. അതിൽ ചന്തു ചെയ്തതോ അല്ലെങ്കിൽ ആരോമൽ ചെയ്തതോ ഉണ്ണിയാർച്ച ചെയ്തതോ ഒന്നും നിങ്ങൾക്കൊരിക്കലും
ബാഹുബലി അല്ല ഏത് സിനിമ എടുത്താലും കാണില്ല. ഒരുപക്ഷേ 1000 കോടിക്കടുത്ത് കളക്റ്റൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് വടക്കൻ വീരഗാഥ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ മുകളിലേക്ക് കളക്ട് ചെയ്യപ്പെട്ടിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം എല്ലാ ഏരിയയിലും പെർഫെക്ഷൻ തികഞ്ഞ സിനിമയായിരുന്നു വടക്കൻ വീരഗാഥ. അപ്പോൾ ആരൊക്കെയാണ് തിയേറ്ററിലേക്കുള്ളത് ഒന്ന് കമൻസിലൂടെ പറയാം. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, അത്രയും തന്നെ പറയാനുള്ളൂ. കാരണം ഇത് അമ്മാതിരി ഒരു സിനിമ തന്നെയാണ്. ഇത് കണ്ടില്ലെങ്കിൽ കാണാത്തവർക്ക് മാത്രമുള്ള നഷ്ടമാണ്. പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഒരു പരിപാടി, റീ റിലീസിൻ്റെ പരിപാടി എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായി. വേറൊന്നുമല്ല, സിനിമ തിയേറ്ററിൽ വിജയിക്കുമെന്ന് അവർക്ക് പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്ത് 4K ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് അത് OTTയും അതേപോലെ സാറ്റലൈറ്റും ഒക്കെ ആയിട്ട് പിന്നെയും വിൽക്കാം. അവർ അന്ന് മുതൽ മുടക്കിയ ആ ഒരു ചെറിയ എമൗണ്ടിൽ നിന്ന് ഇന്ന് കുറച്ചും കൂടെ എമൗണ്ട് ഇട്ട് ചെയ്യുമ്പോൾ തീർച്ചയായും ലാഭം എങ്ങനെയുള്ള സിനിമയാണെങ്കിലും അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് റീ റിലീസ് സിനിമകളുടെ പ്രത്യേകതയായി ഇന്ന് നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലാവുന്നത്. അത് ഒരു പിന്നാമ്പുറം പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.